ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എത്തിക്കൽ ഹാക്കിങ്ങിനെ കുറിച്ചാണ്. എല്ലാവർക്കും ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഹാക്കിംഗ് പല രീതിയിലുണ്ട്. വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ്, ഗ്രേ ഹാറ്റ് ഹാക്കിംഗ്. സോ ബേസിക്കലി വാട്ട് ഈസ് ഹാക്കിംഗ്? നമ്മുടെ അനുവാദമില്ലാതെ കമ്പ്യൂട്ടർ സിസ്റ്റം, നെറ്റ്വർക്ക്, മൊബൈൽ ആപ്ലിക്കേഷൻസ്, ഏത് ആപ്ലിക്കേഷൻ ആയാലും സോഫ്റ്റ്വെയർസിലും കടന്ന് വന്ന് ഡീറ്റെയിൽസ് ചോർത്തിയെടുക്കുന്ന ആൾക്കാരെ ഹാക്കേഴ്സ് എന്നും ആ ഒരു പ്രോസസ്സിനെ ഹാക്കിംഗ് എന്നാണ് പറയാറ്. പക്ഷേ ഹാക്കിംഗ് പല രീതിയിലുണ്ട്. വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് ഉണ്ട്, അതായത് എത്തിക്കൽ ഹാക്കിംഗ് ആണിത്. പെർഫോം ചെയ്യുന്നത് സെക്യൂരിറ്റി പ്രൊഫഷണൽസ് ആണ്. സോ ഏത് സോഫ്റ്റ്വെയർ ആയാലും ആപ്ലിക്കേഷൻസ് ആയാലും നെറ്റ്വർക്ക് ആയാലും അതിൻ്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ വേണ്ടി, സിസ്റ്റത്തിന് കൂടുതൽ ശക്തി പകരാൻ വേണ്ടി സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ ഭാഗമായി ആണ് വൈറ്റ് ഹാക്കിംഗ് നടക്കുന്നതെങ്കിൽ ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് എന്നുള്ളത് ഓപ്പോസിറ്റ് ആണ്. സോ ഇവർ ചെയ്യുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കുക, നമുക്ക് ഹാം ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ കയ്യിൽ നിന്നും ഇൻഫർമേഷനോ കാശോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യമാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് അല്ലെങ്കിൽ ഹാക്കേഴ്സ് ചെയ്യുന്നത്. ഗ്രേ ഹാറ്റ് ഹാക്കിംഗ് എന്നുള്ളത് അവരുടെ ഇൻറ്റൻഷൻ, അവരുടെ ആഗ്രഹം, അവരെന്താണോ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവരെന്താണോ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവരുടെ ഇൻറ്റൻഷൻ എന്നുള്ളത് നല്ലതാണോ അല്ലേ എന്നുള്ളതിനേക്കാളും കൂടുതൽ അവർ എന്താണ് നമ്മുടെ കയ്യിൽ നിന്നും ചോർത്തിയെടുക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യം തന്നെയാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഹാക്കിങ്ങിൻ്റെ 3 രീതിയിലുള്ള സ്വഭാവം വെച്ച് മനസ്സിലാക്കാനുള്ളത്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കായ എത്തിക്കൽ ഹാക്കിങ്ങിലേക്ക് തിരിച്ചു വരാം. എത്തിക്കൽ ഹാക്കിംഗ് മെയിൻ ആയിട്ടും നടക്കുന്നത് ഒരു ലീഗൽ പെനട്രേഷൻ ആണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലും നെറ്റ്വർക്സിലും ആപ്ലിക്കേഷൻസിലും ചെയ്യുന്നത്. സോ ഈ രീതിയിലുള്ള ഹാക്കിംഗ് നടക്കുന്നത് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ വൾനറബിലിറ്റി, എത്രത്തോളം സ്ട്രെങ്ത് ആണ്, ശക്തിയാണ് നമ്മുടെ സിസ്റ്റത്തിനുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമാണ്. സോ ഇൻറ്റൻഷൻ എന്നുള്ളത് എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ നമ്മുടെ കയ്യിലുള്ള സിസ്റ്റത്തിൻ്റെ സ്ട്രെങ്ത് മനസ്സിലാക്കിയെടുക്കുക, അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് എങ്ങനെ നികത്താം എന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. സോ എത്തിക്കൽ ഹാക്കിംഗ് മെയിനായിട്ടും ചെയ്യുന്നത് ഏത് സോഫ്റ്റ്വെയർ പ്രൊവൈഡേഴ്സാണോ, കമ്പ്യൂട്ടർ സിസ്റ്റം നൽകുന്ന ആളാണോ, നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ നൽകുന്ന ആളാണോ, മൊബൈൽ ആപ്ലിക്കേഷൻ നൽകുന്ന ആളാണോ, അവരുടെ ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൂട്ടരെ പേടിക്കേണ്ടതായിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഇവർ ഈ ഹാക്കിംഗ് ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റത്തെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇനി നമുക്ക് സ്കോപ്പ് ഓഫ് എത്തിക്കൽ ഹാക്കിംഗ്, അതായത് എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ സ്കോപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കാം. പ്രത്യേകിച്ച് എത്തിക്കൽ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. സോ ഇതൊരു സൈബർ സെക്യൂരിറ്റിയുടെ ഭാഗമായി വരുന്ന കാര്യം തന്നെയാണ്. സോ സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് എന്നൊക്കെയുള്ളത് ദേ ആർ വെരി മച്ച് റിലേറ്റഡ്. 6 കാര്യങ്ങൾ സ്കോപ്പിൽ വരും വിത്ത് റെസ്പെക്ട് ടു എത്തിക്കൽ ഹാക്കിംഗ്. അതിൽ ആദ്യത്തേത് നെറ്റ്വർക്ക് സെക്യൂരിറ്റിയാണ്. സോ പേര് പറയുന്നത് പോലെ, സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറിൽ വൾനറബിലിറ്റീസ് അല്ലെങ്കിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു നെറ്റ്വർക്കിംഗ് സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. രണ്ടാമത്തെ സ്കോപ്പ് എന്നുള്ളത് വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. സോ വെബ് ആപ്ലിക്കേഷനിൽ നടക്കാൻ സാധ്യതയുള്ള ബ്രീച്ചസും അത് ടെസ്റ്റ് ചെയ്ത് ആ കുറവ് നികത്താനുള്ള സാഹചര്യമാണ് ഇവർ ചെയ്യുന്നത്. മൂന്നാമത്തത് മൊബൈൽ സെക്യൂരിറ്റിയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ മൊബൈൽ ആപ്ലിക്കേഷൻസും ഡിവൈസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ത്രെഡ്സ് ഒഴിവാക്കാൻ വേണ്ടി സെക്യൂർ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യമാണ്. നാലാമത്തത് ക്ലൗഡ് സെക്യൂരിറ്റിയാണ്. ഇവിടെയും പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ക്ലൗഡ് സർവീസസും ഡാറ്റ സ്റ്റോറേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റത്തെ സ്ട്രെങ്തൻ ചെയ്യാൻ, ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് എത്തിക്കൽ ഹാക്കിംഗ് നടക്കുന്നത്. പിന്നീടുള്ളത് പെനട്രേഷൻ ടെസ്റ്റിംഗ് ആണ്. ഇവിടെ സിമുലേറ്റഡ് സൈബർ അറ്റാക്സ് ആണ് നടത്തുന്നത്, മെയിനായിട്ടും സെക്യൂരിറ്റി മെഷേഴ്സിൻ്റെ ശക്തി മനസ്സിലാക്കാൻ വേണ്ടി. അതായത് സൈബർ അറ്റാക്സ് ശരിക്കുമുള്ള അറ്റാക്സ് ഉണ്ട്, അത് നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കവർന്നെടുക്കാനുള്ളതാണ്. പക്ഷേ ഇവിടെ നടത്തുന്നത് സിമുലേറ്റഡ് സൈബർ അറ്റാക്സ് ആണ്. കാരണം ഇത് ലിറ്ററൽ ശരിയായ സൈബർ അറ്റാക്സ് അല്ല, മറിച്ച് ഈ അറ്റാക്സിൻ്റെ ഇൻറ്റൻഷൻ എന്നുള്ളത് ഇത് ചെയ്യുന്നത് എന്തിന് എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം എത്രത്തോളം ശക്തിയുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് എത്രയാണ്,
അതിൻ്റെ കുറവ് എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു സിമുലേഷൻ എന്താ പറയുന്നത്, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു അറ്റാക്കാണ്. ആറാമത്തത് കംപ്ലയൻസ് ഓഡിറ്റ്സ് ആണ്. നമ്മുടെ കയ്യിലുള്ള സിസ്റ്റം റെഗുലേറ്ററി സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ചാണോ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇതാണ് 6 സ്കോപ്പുകൾ നമുക്ക് എത്തിക്കൽ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. പിന്നീട് അറിയാനുള്ളത് എഡ്യൂക്കേഷണൽ കോഴ്സസ് ആണ്. ഏതൊക്കെ രീതിയിലുള്ള കോഴ്സുകളാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായി നേടാൻ പറ്റുന്നത്, സോ ദാറ്റ് യു ക്യാൻ റീച്ച് എത്തിക്കൽ ഹാക്കിംഗ് കരിയറിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്ന കാര്യവുമായി ബന്ധപ്പെട്ട്. സോ അതിൽ ആദ്യത്തേത് സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർ CEH എന്നുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് EC കൗൺസിലാണ്. സോ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. NIIT, ഇന്ത്യൻ സ്കൂൾ ഓഫ് എത്തിക്കൽ ഹാക്കിംഗ്, ISO/EH, അതോടൊപ്പം പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസും ഈ കോഴ്സ് നൽകുന്നുണ്ട്. രണ്ടാമത്തത് ഡിപ്ലോമ ഇൻ സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു ഡിപ്ലോമ കോഴ്സാണ്. നേരത്തെ പറഞ്ഞത് ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ്. സോ ഡിപ്ലോമ കോഴ്സും സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസും ഡിഫറെൻ്റ് ആണ്. അത് എന്താണ് ആ ഡിഫറൻസ് എന്ന് നിങ്ങൾക്ക് എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ എപ്പിസോഡുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏത് കോഴ്സ് ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കും. സോ ഡിപ്ലോമ ഇൻ സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻ ആയിട്ടും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാർഡ്വെയർ ടെക്നോളജി IIHT ആണ്. മൂന്നാമത്തത് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ എത്തിക്കൽ ഹാക്കിംഗ് ആണ്. സോ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യൻ സ്കൂൾ ഓഫ് എത്തിക്കൽ ഹാക്കിംഗ് ISO/EH ആണ്. നാലാമത്തത് ഓൺലൈൻ കോഴ്സുകളാണ്. ഇവിടെ കോഴ്സെറ, യുഡെമി, അതോടൊപ്പം EDX പോലുള്ള പല പ്ലാറ്റ്ഫോംസും എത്തിക്കൽ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് പല റിനൗൺഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. സോ ഇതൊക്കെയാണ് 4 മെയിൻ കാറ്റഗറീസ് ഓഫ് കോഴ്സസ്. ഒന്ന് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ്, രണ്ടാമത്തത് ഡിപ്ലോമ പ്രോഗ്രാമാണ്, മൂന്നാമത്തത് അഡ്വാൻസ് ഡിപ്ലോമ പ്രോഗ്രാമാണ്, നാലാമത്തത് ഓൺലൈൻ കോഴ്സുകളാണ്. സോ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കോഴ്സുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം ഫീസ്. ഇത് പഠിക്കാനുള്ള ചിലവ് എങ്ങനെയാണ് എന്നുള്ളതാണ്. സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർ CH എന്ന കോഴ്സിൻ്റെ ഫീസ് എന്നുള്ളത് 40,000, അതായത് 40,000 ഇന്ത്യൻ റുപ്പീസ് മുതൽ 1,20,000, 1,20,000 ഇന്ത്യൻ റുപ്പീസ് വരെ വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഓൺലൈൻ കോഴ്സുകളുണ്ട്, ഓഫ്ലൈൻ കോഴ്സുകളുണ്ട്. അതിനനുസരിച്ചായിരിക്കും കോഴ്സുകളുടെ ചിലവ്, ഫീസ് എന്നുള്ളത്. രണ്ടാമത്തത് ഡിപ്ലോമ കോഴ്സുകളാണ്. ഡിപ്ലോമ ഇൻ സൈബർ സെക്യൂരിറ്റി, അതോടൊപ്പം എത്തിക്കൽ ഹാക്കിംഗ്. ഇതിൻ്റെ ഫീസ് വരുന്നത് 25,000 ഇന്ത്യൻ റുപ്പീസ്, 25,000 ഇന്ത്യൻ റുപ്പീസ് മുതൽ 70,000, 70,000 ഇന്ത്യൻ റുപ്പീസ് വരെയാണ്. പിന്നീടുള്ളത് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എത്തിക്കൽ ഹാക്കിംഗ് ആണ്. 30,000 ഇന്ത്യൻ റുപ്പീസ് മുതൽ 90,000, 90,000 ഇന്ത്യൻ റുപ്പീസ് വരെയാണ്. ഓൺലൈൻ കോഴ്സുകളാണെങ്കിൽ 2,000 മുതൽ 20,000 രൂപ വരെ അതിൻ്റെ ഫീ ആയിട്ട് വരുന്നുണ്ട്. ഏത് പ്ലാറ്റ്ഫോമാണോ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ പ്ലാറ്റ്ഫോമിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങൾക്ക് കോഴ്സ് നൽകുന്നത് എന്നതിനനുസരിച്ചായിരിക്കും ഫീസിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. പിന്നീട് നമുക്ക് സാലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതായത് എത്തിക്കൽ ഹാക്കിംഗ് പഠിച്ചു കഴിഞ്ഞ് ജോലി ചെയ്യുമ്പോൾ എങ്ങനെയാണ് സാലറി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ഇവിടെ 4 ലെവൽസ് ആണുള്ളത്. അതിൽ ആദ്യത്തേത് എൻട്രി ലെവലാണ്. സോ എൻട്രി ലെവലിൽ 3.5 ലക്ഷം മുതൽ 6 ലക്ഷം വരെ പ്രതിവർഷം സാലറി ലഭിക്കുന്നു. കറൻസി എന്നുള്ളത് ഇന്ത്യൻ റുപ്പീസ് ആണ്. രണ്ടാമത്തെ കാറ്റഗറി എന്നുള്ളത് മിഡ് ലെവലാണ്. അതായത് ജോലി ചെയ്ത് 3 മുതൽ 5 വർഷം വരെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള കൂട്ടുകാരാണ് ഇവിടെ വരുന്നത്. 6 ലക്ഷം മുതൽ 12 ലക്ഷം വരെയാണ് അവരുടെ പ്രതിവർഷ സാലറി, ഒരു വർഷം ലഭിക്കുന്ന സാലറി എന്നുള്ളത്. എഗെയിൻ കറൻസി ഈസ് ഇന്ത്യൻ റുപ്പീസ്. മൂന്നാമത്തെ കാറ്റഗറി എന്നുള്ളത് സീനിയർ ലെവലാണ്. സോ 5 വർഷത്തിന് കൂടുതൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള കൂട്ടുകാർക്ക് 12 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് മുതൽ 30 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് വരെ പ്രതിവർഷം സാലറിയായി ലഭിക്കുന്നുണ്ട്. നാലാമത്തെ കാറ്റഗറി എന്നുള്ളത് സ്പെഷ്യലൈസ്ഡ് റോൾസ് ആണ്. സോ ഇവിടെ പെനട്രേഷൻ ടെസ്റ്റേഴ്സ് വരുന്നുണ്ട്. അവരുടെ സാലറി എന്നുള്ളത് 40 ലക്ഷത്തിനും മുകളിൽ പോകുന്നു എന്നാണ്. അതായത് കറൻസി ഇന്ത്യൻ റുപ്പീസ് ആണ്. പ്രതിവർഷം, അതായത് ഒരു വർഷം ലഭിക്കുന്ന സാലറിയാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് എത്തിക്കൽ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് കോഴ്സുകളെ കുറിച്ചും എന്താണ് എത്തിക്കൽ ഹാക്കിംഗ് എന്നുള്ളതും അതിൻ്റെ സ്കോപ്പും കോഴ്സുകളുടെ ഫീസും സാലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ. തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.